ഭക്ഷണത്തിലൂടെ ഹൃദയത്തിലേക്ക് എന്ന് പറയാറുണ്ട്. എന്നാൽ സൊമാറ്റോ ഭക്ഷണത്തിലൂടെ ആകാശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ്. ഭക്ഷണ വിതരണ രംഗത്തെ പ്രമുഖ കമ്പനിയാണ് സൊമാറ്റോ. സൊമാറ്റോയുടെ സ്ഥാപകനും സിഇഒയുമായ ദിവിന്ദർ ഗോയൽ വ്യോമയാന മേഖലയിലേക്ക് ചുവടുവെക്കുന്നു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ മാർച്ചിൽ പുറത്തുവന്നതാണ്. സൊമാറ്റോ മുൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന സുരഭി ദാസിനൊപ്പം ചേർന്ന് LAT എയറോസ്പേസ് എന്ന പുതിയ സ്റ്റാർട്ടപ്പിൽ $20 മില്യൺ, അതായത് ഏകദേശം 167 കോടി രൂപയോളം ഗോയൽ നിക്ഷേപിച്ചു എന്ന വിവരമാണ് അന്ന് പുറത്തുവന്നത്. പുതിയ സ്റ്റാർട്ടപ്പിലേക്കുള്ള റിക്രൂട്ടിംഗുമായി ബന്ധപ്പെട്ട് സുരഭി ഇപ്പോൾ ലിങ്ക്ഡിൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. LAT എയറോസ്പേസ് നിലവിൽ സ്റ്റെൽത്ത് മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. $50 മില്യൺ സീഡ് ഫണ്ടിംഗ് സമാഹരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. എയറോഡൈനാമിക്സ്, മെറ്റീരിയൽ സയൻസസ്, ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യാനും കമ്പനി പദ്ധതിയിടുന്നതായി സുരഭിദാസ് പങ്കുവച്ച ലിങ്ക്ഡിൻ പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. കുറഞ്ഞ ചിലവിൽ 12 മുതൽ 24 വരെ സീറ്റുകളുള്ള ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങൾ വികസിപ്പിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം. പ്രാദേശിക വ്യോമയാത്രകൾക്ക് ഊന്നൽ നൽകുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ ചെറിയ നഗരങ്ങളെ വലിയ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാൻ എയർ സ്റ്റോപ്പുകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനായി പാർക്കിംഗ് ലോട്ടിന്റെ വലുപ്പത്തിൽ ചെറിയ ലാൻഡിംഗ് ഏരിയകൾ സൃഷ്ടിക്കാനാണ് പദ്ധതി. സുരഭിദാസ് LAT എയറോസ്പേസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ഗോയൽ നോൺ എക്സിക്യൂട്ടീവ് സഹസ്ഥാപകനായി നിക്ഷേപത്തിനും മാർഗനിർദ്ദേശത്തിനും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് സൂചന. 2023 നവംബറിൽ സൊമാറ്റോയിൽ നിന്ന് പടിയിറങ്ങിയ ദാസ് 12 വർഷത്തോളം കമ്പനിയിൽ വിവിധ ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രാദേശിക വിമാന കമ്പനികളായ ഇൻഡിഗോ, സ്പേസ് ജെറ്റ് എന്നിവ ഉപയോഗിക്കുന്ന ATR, ബൊംബാർഡിയർ എന്നീ വിമാന നിർമ്മാതാക്കളുമായി മത്സരിക്കാനാണ് LAT എയറോസ്പേസിന്റെ ലക്ഷ്യം. 2009 റെസ്റ്റോറന്റ് ലിസ്റ്റിംഗ് വെബ്സൈറ്റായി ആരംഭിച്ച സൊമാറ്റോ 2015ഓടെയാണ് ഫുഡ് ഡെലിവറി സർവീസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ 450-ലധികം എയർ സ്ട്രിപ്പുകൾ ഉണ്ട് എങ്കിലും അവയിൽ 180 എണ്ണത്തിൽ മാത്രമാണ് വാണിജ്യ വിമാന സർവീസുകൾ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ വ്യോമയാന സാധ്യതകളുടെ 2/3 ഭാഗവും ഉപയോഗിക്കപ്പെടാതെ പോകുന്നതിന് കാരണമാകുന്നു. സുരഭിദാസ് തന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആകാശത്തിലെ ബസ്സുകൾ എന്ന ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ങാനാവുന്ന വിലയിൽ ഉയർന്ന ഫ്രീക്വൻസിയിൽ എയർലൈൻ വ്യവസായം അവഗണിച്ച പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തവ. ഞങ്ങളുടെ വിമാനങ്ങൾ എയർ സ്റ്റോപ്പുകൾ എന്ന കോമ്പാക്ട് ലാൻഡിംഗ് സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കും. ഇത് ഒരു പാർക്കിംഗ് സ്ഥലത്തിന്റെ വലുപ്പത്തിൽ മാത്രമായിരിക്കും. സുരക്ഷാ ലൈനുകളോ കാത്തിരിപ്പോ ഇല്ല. നടന്ന് പറക്കുക. CNBC TV 18 റിപ്പോർട്ട് പ്രകാരം LAT എയറോസ്പേസ് $50 മില്യൺ ഇതുവരെ സമാഹരിച്ചിട്ടുണ്ട്. ഇതിൽ $20 മില്യൺ ദിവിന്ദർ ഗോയലിന്റെ സംഭാവനയാണ്. ഗോയൽ ഈ സ്റ്റാർട്ടപ്പിന്റെ നോൺ എക്സിക്യൂട്ടീവ് സ്ഥാപകനായി പ്രവർത്തിക്കുന്നു. റെഗുലേറ്ററി ക്ലിയറൻസ്, സാങ്കേതിക വെല്ലുവിളികൾ, പൊതുജന സ്വീകാര്യത എന്നിവയിലെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ സംരംഭം ഇന്ത്യയിലെ പ്രാദേശിക വിമാനയാത്രയെ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും താങ്ങാനാവുന്നതുമാക്കി മാറ്റും എന്നാണ് പ്രതീക്ഷ. LAT എയറോസ്പേസ് ഇപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയർമാർ, സിസ്റ്റം ഡിസൈനർമാർ, വ്യോമയാന പ്രേമികൾ എന്നിവരെ ടീമിലേക്ക് ക്ഷണിക്കുന്നു. പ്രവേശനം അതൊരു പദവിയല്ല, അതൊരു അവകാശമാണ്. ഉദ്ദേശത്തോടെയുള്ള രൂപകൽപ്പനയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാകും എന്നാണ് സുരഭിദാസിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ.